വേണമെങ്കിൽ ഇയാൾക്ക് അദ്ദേഹം ഉദ്ദേശിക്കുകയാണെങ്കിൽ ത്വലാഖ് ചൊല്ലിയിട്ട് അവളെ ഒഴിവാക്കാം. അതല്ല, ഇയാൾക്ക് കുഴപ്പമില്ലെങ്കിൽ അവളെ നിലനിർത്തുകയുമാകാം. അങ്ങനെ ഒരു സംഭവം തങ്ങളുടെ കാലത്ത് നടന്നു. എന്താണ് റിവായത്ത്? അന്ന റജുലൻ, ഒരാൾ വന്ന് പറയാണ്, പടച്ചവനെ, ഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ഇംറഅതൻ, എനിക്കൊരു ഭാര്യയുണ്ട്, ലാ തുർദു യദ ലാമിസിൻ, അവളെ തൊടുന്ന ഒരാളുടെ കൈയും അവൾ തട്ടിമാറ്റൂല. അങ്ങനത്തെ ഒരു പെണ്ണ്, ആരുടെ കൈയും അവൾ തട്ടിമാറ്റൂല പറഞ്ഞ, അവൾ ആരെ വിളിച്ചാലും അവൾ പോകും, അവൾ വ്യഭിചരിക്കും. തങ്ങളെ പറഞ്ഞു, തൊല്ലിക്കഹ, നീ അവളെ ത്വലാഖ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. ഖാല ഇന്നി ഉഹിബ്ബുഹ, പക്ഷെ നബി, എനിക്ക് അവളോട് വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത പിരിശമാണ് എന്ന് നബി തങ്ങളോട് ഇയാൾ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് പെണ്ണ് മോശക്കാരനാരെയാണെന്ന് ഇയാൾക്കറിയാം. ആര് തൊട്ടാലും ഇവൾ കൈ തട്ടൂല. ആ പറഞ്ഞത് ലാ യറുദ്ദു യദ ലാമിസിൻ, ഇങ്ങനത്തെ ഒരു പെണ്ണ. പക്ഷെ ഇന്നി ഉഹിബ്ബുഹ, പക്ഷെ എനിക്ക് അവളോട് സ്നേഹമാണ് നബിയെ. ഖാല ഫംസിക്ഹ, എന്നാ പിന്നെ നീ പിടിച്ചോണ്ട് വെച്ചോ, ത്വലാഖ് ചൊല്ലേണ്ട ആവശ്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇത് ജായിസ് ആണെന്ന് പറഞ്ഞത്. അങ്ങനെ ആയി എന്ന് വിചാരിച്ച് വ്യഭിചാരം അവള് സമ്മതിച്ചു എന്ന് തന്നെ വിചാരിക്കുക, അല്ലെങ്കിൽ തെളിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക. ത്വലാഖ് ചൊല്ലൽ നിർബന്ധമൊന്നുമില്ല. ഒരാൾക്ക് വേണമെങ്കിൽ അവൾക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കാം. ആ പാപം മറച്ചു വെച്ചതിന്റെ പേരിൽ ഇയാൾക്ക് ഒരുപാട് കൂലി അല്ലാഹു തആല കൊടുക്കും. അവളുടെ അഭിമാനം കാത്തില്ലേ, അവളുടെ കുടുംബത്തിന്റെ അഭിമാനം കാത്തില്ലേ, അവളുടെ അനിയത്തിമാരെങ്ങാനും കല്യാണം കഴിച്ചു പോകാനുണ്ടെങ്കിൽ അവരുടെയൊക്കെ ജീവിതം തൊലഞ്ഞുപോയില്ലേ. അതൊക്കെ സംഭവിക്കാതെ സംരക്ഷിക്കാൻ സാധിച്ചത് ഇയാൾക്ക് മറച്ചു വെച്ചത് കൊണ്ടല്ലേ. ഇതിന്റെയൊക്കെ കൂലി അല്ലാഹു എമ്പാടും തരും. അതുകൊണ്ട് ഇത്തരം സന്ദർഭം നേരത്തെ പറഞ്ഞ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ അത് വേണമെങ്കിൽ അവൾക്ക് തുടരാം, അല്ലെങ്കിൽ അവൾ ത്വലാഖ് ചെല്ലുകയുമാകാം. പക്ഷേ വ്യഭിചാര ആരോപണം ഉന്നയിക്കൽ അയാൾക്ക് അവിടെ ജായിസാണ്. ഇനി ഇവൾ ഗർഭം ധരിച്ചിട്ടുണ്ട്, ഇവൾ ഗർഭിണിയാണ്. സുബ്ഹാനല്ലാഹ്, ആ ഗർഭത്തിലുള്ള കുട്ടി എന്റേതല്ല എന്ന് ഇയാൾക്ക് പ്രഖ്യാപിക്കണം. കാരണം ഇത് എന്റെ കുട്ടിയല്ല എന്ന് പറയണം. അത് അയാളുടെ കുട്ടിയല്ല എന്ന് അയാൾക്കറിയാം. അയാൾക്ക് ഉറപ്പുണ്ട് ഇത് എന്റെ കുട്ടിയല്ല. അല്ലെങ്കിൽ അവർക്ക് ജനിക്കുന്ന ആ കുട്ടി സാധാരണഗതിയിൽ ഗർഭം പൂർത്തിയാകുന്ന സമയമെടുക്കാതെ അഖല്ല മിൻ 6 അശ്ഹുരിൻ, 6 മാസത്തിൽ താഴെ ആയിട്ടുള്ളൂ, എന്നിട്ട് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടിയായ അവൾ പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇതിന്റെ മുമ്പേ ഈ ഗർഭമുണ്ടായിട്ടുണ്ട് എന്നർത്ഥം. ഇവൻ ജിമാഅ് ചെയ്യുന്നതിന്റെ മുമ്പേ ഗർഭം ധരിച്ചു. അങ്ങനെ സാഹചര്യങ്ങളെ കൊണ്ട് ഇന്നൊക്കെ സ്കാനിങ്ങിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയില്ലേ, വ്യക്തമായിട്ട് കിട്ടും എത്ര ദിവസമായി മാസമായി. ഇതൊക്കെ വ്യക്തമായ രേഖകളാൽ തെളിഞ്ഞു ഈ കുട്ടി എന്റേതല്ല എന്ന് ഇവനെ നിഷേധിക്കണം. അങ്ങനെയെങ്കിൽ യജിബു അലൈഹി നഫിയുഹു ബിൽ ലിആൻ, ലിആൻ ചെയ്തിട്ട്, ലിആൻ എന്ന് പറഞ്ഞത് എന്താണെന്ന് സത്യം ചെയ്യലാണ്. 4 ഷഹാദാത്ത്, 4 വട്ടം സത്യം ചെയ്യണം. 5-ാമത്തേത്, ഞാൻ ഈ പറയുന്നത് നുണയാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം എനിക്കുണ്ടാകട്ടെ എന്ന് പറയണം. രണ്ടുപേരും ലിആൻ ചെയ്യുന്ന അവസ്ഥ വരും. അതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കൽ നിർബന്ധമായിട്ട് വരും ഇയാൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുമാ റജുലിൻ, പക്ഷേ ഇത് ഗൗരവമാണ്. അയ്യുമാ റജുലിൻ, ഏതെങ്കിലും ഒരാൾ ജഹദ വലദഹു വഹുവ യൻദുറു ഇലൈഹി, തന്റെ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന ഒരു മകനിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇതെന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞാൽ, പടച്ചവനെ, അങ്ങനെ ഒരു പിതാവ് പറഞ്ഞു ഇതെന്റെ കുട്ടിയല്ല. ആരോട്? അവന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനോട്, അവന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിലേക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ, യഹ്തജബല്ലാഹു മിൻഹു യൗമൽ ഖിയാമഹ്, അന്ത്യനാളിൽ അല്ലാഹു അവനിൽ നിന്ന് മറവിരിക്കുമെന്നും അവൻ അല്ലാഹുവിന്റെ ദർശനം പോലും കൊടുക്കുകയില്ലെന്നും, വഫളഹഹു അലാ റൂസിൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളും പിൻഗാമികളുമായ മുഴുവൻ ആളുകളുടെ മുമ്പിൽ വെച്ച് അല്ലാഹു അവനെ നാണം കെടുത്തുമെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും അല്ല, ഇയാൾക്ക് ഉറപ്പാണ്. പറയുന്നത് വളരെ ഗൗരവമാണ് ഈ വിഷയം. ഇതിന്റെ കുട്ടിയല്ല എന്ന് പറയണമെങ്കിൽ അതിന് ശരഈയായ തെളിവുകൾ വേണം. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ലിആൻ, ഇനി പറയുന്ന ആരോപണത്തിന് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന പ്രയോഗം ലിആൻ എന്നാണ്. അത് ചെയ്യൽ നിർബന്ധമായിട്ട് വരും. അപ്പോ കുട്ടിയെ എന്റേതല്ല എന്നൊന്നും പറയാം, അത് ചില്ലറ വിഷയമല്ല, അങ്ങനെ പറയരുത്. അങ്ങനെയൊക്കെ പല വിഷയങ്ങളും നടക്കൂലേ. ഇവിടെ തന്നെ മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, പെണ്ണ് പ്രസവിച്ചു നോക്കുമ്പോ ഉമ്മാന്റെ കോലമല്ല കുട്ടിക്ക്, വാപ്പാന്റെ കോലമല്ല. അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ. ഒരു ഉദാഹരണം, രണ്ടാളും നല്ല
ഫെയർ വൈറ്റ് ഗുഡ് ലുക്കിംഗ്, നല്ല തൊലി നിറം വെളുത്തവരായ ഭാര്യയാണ്, ഭർത്താവും അങ്ങനെ നല്ല സുന്ദരന്മാർ. രണ്ടാൾക്കും ജനിച്ച കുട്ടിയോ അസ്വദ്, കറുത്തൊരു കുട്ടി. അങ്ങനെ വന്നാൽ ഇതിലൊന്നും വ്യഭിചാരോപണം ഉന്നയിക്കാൻ പറ്റൂല. ഉറപ്പാണ് ഇത് വ്യഭിചാരത്തിൽ നിന്നുണ്ടായതാണെന്ന് ഉറപ്പാണെങ്കിൽ അല്ലാതെ ഇവിടെ ആരോപണം ഉന്നയിക്കാനേ പറ്റില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളോട് വന്നിട്ട് ഒരാൾ വന്ന് പറഞ്ഞു, ഇന്നംറഅതി വലദത ഗുലാമൻ അസ്വദ്, നബിയേ ഞാനും വെളുത്തവനാണ്, എന്റെ ഭാര്യയും വെളുത്തവളാണ്, പക്ഷെ അവൾ പ്രസവിച്ചതോ ഒരു കറുത്ത കുട്ടിയെ പ്രസവിച്ചു. അയാൾ ബാക്കി പറഞ്ഞില്ല, തങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇതിന്റെ അർത്ഥം എന്ന്. നബിയേ ഇതെന്റെ കുട്ടിയല്ലല്ലോ, ഇതെന്റെ കുട്ടിനാണോ എന്ന സംശയമാണ്. തങ്ങൾ മറുപടി കൊടുത്തു, എന്താണ്? ഫഖാല ഹൽ ലക മിൻ ഇബിൽ, നിനക്ക് ഒട്ടകങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഖാല നഅം, ഉണ്ട് നബിയേ. മാ അൽവാനുഹാ, എന്താണ് ഒട്ടകത്തിന്റെ നിറമൊക്കെ? ഖാല ഹുംറുൻ, ചുവന്നൊട്ടകങ്ങളാണ്, ചെമന്നൊട്ടകങ്ങളാണ്. ചെമന്നൊട്ടകങ്ങൾ അന്നത്തെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ഒട്ടകങ്ങൾ, ഏറ്റവും വില കൂടിയ ഒട്ടകങ്ങളാണ് ചെമന്നൊട്ടകം. ഹൽ ഫീഹാ ഔറഖ്, അതിലുമില്ലേ വെളുപ്പും കറുപ്പും കലർന്ന ഒട്ടകം? അതിലില്ലേ ചുവപ്പുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഈ ഗ്രേ കളറുള്ള ഒട്ടകം അതിലില്ലേ എന്ന് ചോദിച്ചു. ഖാല നഅം, ഉണ്ടല്ലോ നബിയെ, ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഫകൈഫ ദാക്, അതിപ്പോ എങ്ങനെ? അയാൾ പറഞ്ഞു, നസഅഹു ഇർഖുൻ, ഒരു ഞരമ്പ് അതിനോട് വലിച്ചതായിരിക്കും. അതാണ് അറബി പ്രയോഗം. അതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഉപ്പാപ്പാരിലേക്ക് പോയതായിരിക്കും. നമ്മൾ പറയില്ലേ, കുട്ടി മാമന്റെ ചേലാണ്, കുട്ടി മൂത്താപ്പന്റെ ചേലാണ്, മൂത്തമ്മയുടെ ചേലാണെന്നൊക്കെ പറയില്ലേ. നസഅതു ഇർഖിൻ, ഏതെങ്കിലും ഒരു വഴിയിലേക്ക് പരമ്പരയിലേക്ക് പോയതായിരിക്കും. അങ്ങനെയാണ് നീ മനസ്സിലാക്കുന്നല്ലേ. ഫലഅല്ല ഹാദാ നസഅഹു ഇർഖ്, ഇതും അങ്ങനെ തന്നെ, ഈ കുട്ടിക്കും അങ്ങനെ തന്നെ സംഭവിച്ചതാണ് എന്നെ മനസ്സിലാക്കണം. പിതാക്കന്മാരിൽ 4ാം തലമുറയിൽ ചിലപ്പോൾ ഒരുപക്ഷെ രണ്ടുപേരും ബാക്കിയുള്ള തലമുറക്കെ വെളുത്ത ആളുകളാണ്, പക്ഷെ ഒരു കറുത്ത ആള്, ഒരു പിതാമഹൻ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. മതി, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അതിന്റെ പേരിലൊന്നും ഈ പറച്ചിലൊന്നും പറയാൻ പറ്റൂല. അതെന്റെ കുട്ടിയല്ല എന്നെങ്ങാനും പറഞ്ഞാൽ ഹദ്ദുൽ ഖദ്ഫ് വരുന്ന, ഖദ്ഫിന്റെ ശിക്ഷ നടപ്പാക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റമാണ് ചെയ്യുന്നത് എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് ഈ വക കാര്യങ്ങളൊന്നും പറയണ്ട, ഇതൊന്നും സമൂഹത്തിൽ ചർച്ച ചെയ്യണ്ട, അങ്ങനെയൊന്നും പത്രത്തിന് കോളിടണ്ട. ആളുകൾ പത്രം വായിക്കുമ്പോഴേക്കും തട്ടിക്കൊണ്ടുപോണ കേസുകള്, ബലാത്കാരമായ കേസുകള്, അതൊക്കെ വളരെ ബൈഹാർട്ടാണ്. വേറെ ഒരു വാർത്തയും ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അങ്ങനെയൊക്കെ എത്രയോ ആളുകൾ സംസാരിക്കുന്നതിനെ കേൾക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. നമുക്ക് എഴുതപ്പെട്ടത് മുഴുവനും വായിക്കാൻ പറ്റൂല മുഅ്മിനീങ്ങളെ. കറുത്ത മഷി കൊണ്ട് വെളുത്ത കടലാസിൽ എഴുതിയതും എല്ലാം നമുക്ക് വായിക്കാൻ പറ്റൂല. ഇൽമാണ് എന്ന് പറയുന്ന എന്തും നമുക്ക് വായിക്കാം. എന്താണ് ഇൽമ്? ദുനിയാവിലേക്കോ ആഖിറത്തിലേക്കോ ഒരു മനുഷ്യന് ദുന്യവിയോ ഉഖ്റവിയോ ആയ ഉപകാരം ചെയ്യാത്തതൊന്നും ഇൽമല്ല. എല്ലാ പറയുന്നതും കേൾക്കാനും പറ്റൂല. കേൾക്കുന്നത് ചെവികോർത്ത് കേട്ടിരുന്നാൽ അൽ മുസ്തമിഉ ശരീകുൽ ഖായിൽ, ഈ കേൾക്കുന്ന ശ്രദ്ധിച്ചു കേട്ടവൻ പറഞ്ഞവന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പറഞ്ഞാൾക്കുള്ള കുറ്റം ഈ ശ്രദ്ധിച്ചു കേട്ട ആളുകൾക്കും ബാധകമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ, ആണിനെ സംബന്ധിച്ചോ പെണ്ണിനെ സംബന്ധിച്ചോ ഉള്ള ക്രൈമുകൾ, കുറ്റങ്ങൾ, അത്തരം ആരോപണങ്ങൾ അത് ശ്രവിക്കാനോ പറയാനോ വായിക്കാനോ നമുക്ക് പാടില്ലാത്തതാണ്. നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ പത്രത്തിലെ പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയ വാങ്ങലൊക്കെ കഴിഞ്ഞു പോകുമല്ലോ, അത് മതി. ബാക്കിയുള്ളത് മതി. അതേ നമുക്ക് ജായിസുള്ളൂ. മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ഗൗരവത്തോടുകൂടെ നമ്മൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കണം. അത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ച പോലും നടക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് ഒരുത്തം വിളിച്ചു, അല്ലെങ്കിൽ അവൻ എപ്പോഴും ഒരാൾ വിളിക്കാറുണ്ട്, ഒരു പെണ്ണ് വിളിക്കാറുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് അവര് തമ്മിൽ വൈകാരികമായ ബന്ധത്തിലാണ്, അവര് തമ്മിൽ വ്യഭിചാരം നടക്കാറുണ്ട് എന്ന് പറഞ്ഞു പോയാൽ, സുബ്ഹാനല്ലാഹ്, വ്യംഗ്യമായിട്ട് പറഞ്ഞു പോയാൽ പോലും 80 വീതം അടിക്കപ്പെടുന്ന ശിക്ഷക്ക് കാരണമായ കുറ്റമാണ് ആ ചെയ്യുന്നത്. ആ പറഞ്ഞ ആൾ ഫാസിഖാൻ, അവന്റെ ഷഹാദത്ത് പോലും സ്വീകരിക്കാൻ പാടില്ല. 3 വിഷയങ്ങളാണ് അല്ലാഹു പറയുന്നത്. ഒന്ന്, ശിക്ഷ വേണം. പിന്നെ ലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദ, അവരുടെ സാക്ഷിത്വം സ്വീകരിക്കാൻ പാടില്ല. മാസം കണ്ടത് ഒന്ന് പറഞ്ഞത് വേനാണ്, കൂട്ടൂല.
പെരുന്നാളായി എന്നൊക്കെ ഇവൻ ശരിക്കും കണ്ടിട്ട് കടപ്പുറത്തുനിന്ന് ഉറപ്പാണ്. ഈ പറഞ്ഞാൽ ഇവനല്ലേ മറ്റേ പെണ്ണിനെ പറ്റി പറഞ്ഞത്, ഇവനെ കൂട്ടൂല. ഇവൻ ഉമ്മത്തിൽ നിന്ന് താഴെ കടിയിലേക്ക് തള്ളപ്പെട്ടു. അവർ ഫിസ്കിന്റെ ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗുരുതരമായ വിഷയത്തിൽ വളരെ ഗുരുതരമായ ശിക്ഷ അല്ലാഹു തആല ഇറക്കിക്കൊണ്ടാണ് ആയത്തുൽ സൂറത്തുൻ നൂറിലെ ഈ 4-ാമത്തെയും 5-ാമത്തെയും ആയത്ത് അല്ലാഹു ചർച്ച ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനിപ്പൊരു വിഷയം സംഭവിക്കുന്ന ഒരു മസ്അല കൂടെ പറയാം. ഒരു വ്യഭിചാര ആരോപണം ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു. അയാൾ ആരോപണം ചെയ്യപ്പെടുന്ന ആ ആൾ നമ്മൾ പറഞ്ഞ 5 ഷർത്തുകളും ഒത്ത ആളാണ്. ബുദ്ധിയുണ്ട്, പ്രായപൂർത്തിയായ ആളാണ്, മുസ്ലിമാണ്, സ്വതന്ത്രനാണ്, ചാരിത്രശുദ്ധിയുള്ള ആളാണ്. ഇങ്ങനെയൊക്കെയാണ്. അയാളെ സംബന്ധിച്ച് ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചു. അവൻ അന്ന് കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്കറിയാൻ കേട്ടോ, ബാക്കിയൊന്നും ഞാൻ പറയണില്ല. ഈ പറയണത് ആരോപണമാവും നിങ്ങളെ, ഇത് ആരോപണമാണ്. ചിലപ്പോ പറയില്ലേ അവളെ പറ്റിയോ, ഞാൻ പറയണില്ല. അവനെ പറ്റിയോ, എന്ത് പറയാൻ, അതൊക്കെ പറയാതൊക്കെ നല്ലത്. ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഖദ്ഫാണ്. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ പണിയാണ് മുഅ്മിനീങ്ങളെ. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ പണിയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന മസ്അല ഇനിയും അങ്ങനെ ഒരാൾ പറഞ്ഞിങ്ങനെ ഒരു 2 ആഴ്ചക്കായി ഇവൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആയി. പിന്നെ നോക്കുമ്പോ ആരെപ്പറ്റി പറഞ്ഞോ അവൻ ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു. അങ്ങനെ വന്നാൽ ഈ ആരോപണം ഉന്നയിച്ച ആൾക്ക് ശിക്ഷ കൊടുത്തിട്ടില്ല. ശിക്ഷക്കനെ കൊടുക്കാനൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന ദിവസം കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ഇവനെ 80 വീതം അടിക്കപ്പെടണം. പക്ഷേ ആരെ സംബന്ധിച്ചു പറഞ്ഞു അയാൾ നല്ല ആളാണെന്ന് നാം കേട്ട് മനസ്സിലായി പോന്നിരുന്നത്. പക്ഷേ ഇയാൾ തിന്മ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടു എപ്പോ? ഇവനെ അടിക്കുന്നതിന്റെ മുമ്പ്. എന്നാ പിന്നെ ഇവൻ അടിക്കണോ? ഇവന് ശിക്ഷ കിട്ടുമോ? യസ്ഖുതു അൻഹുൽ ഹദ്, ഇവരിൽ നിന്ന് ആ ശിക്ഷ ഒഴിവായി പോകും. കാരണം ഇവൻ ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു. പ്രത്യക്ഷത്തിൽ അവൻ വ്യഭിചാരം ചെയ്തതായിട്ട് പറഞ്ഞല്ലോ. അങ്ങനെ വന്നാൽ ഇതിന് മുമ്പും ഇവൻ ഇത് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വന്നാൽ ഇവൻ മുഹ്സൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ഇവൻ ഈ പണി ചെയ്യുന്ന ആളാണ് എന്ന് വന്നു. അപ്പസ്താദെ അതിപ്പോ ആദ്യമായിട്ട് ചെയ്തൊരു പണിയാണെങ്കിലോ, ആദ്യമായിട്ട് ഉപ്പര് അങ്ങനെ അപ്പോൾ പിടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ആകുമല്ലോ, അങ്ങനെ ആവൂല എന്നാണ്. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് റഹീമാണ്, റഊഫാൻ, കാരുണ്യവാനാണ്. എങ്ങനെ? ലാ യഹ്തികു സിത്ര അബ്ദിഹി ഫീ അവ്വലി മാ യർതകിബുൽ മഅസിയ. ഒരു തെറ്റ് ഒരാൾ ആദ്യമായി ചെയ്യുമ്പോ ആ തെറ്റ് അല്ലാഹു പുറത്താക്കൂല എന്നാണ്. നമ്മളൊക്കെ പറയില്ലേ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്നു. ഒരു നാൾ കള്ളൻ ആ നാൾ തന്നെ പിടിക്കപ്പെടുന്നല്ല, എന്നും കക്കണാള് എന്നെങ്കിലും പിടിക്കപ്പെടുന്നു. ഈ പിടിക്കപ്പെടുക എന്ന് പറഞ്ഞത് അള്ളാഹു ചെയ്യുന്നൊരു പണിയാണ്, അല്ലേ? അള്ളാഹു ചെയ്യുന്ന പണിയാണ്. അങ്ങനെ ഒരു മനുഷ്യന്റെ തിന്മ പിടിക്കപ്പെടുന്നത് എപ്പോഴാ? ആദ്യമായിട്ട് ഒരാൾ തിന്മ ചെയ്യുമ്പോ ആ മനുഷ്യന്റെ തിന്മയെ അള്ളാഹു മറച്ചു വെക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് പൊളിയില്ല. തൗബ ചെയ്യാൻ അവസരം കൊടുക്കുകയാണ് അള്ളാഹു. ഇതാരും കണ്ടിട്ടില്ല, ഇനി എനിക്ക് ഇഷ്ടം പോലെ തിന്മ ചെയ്യാം എന്ന് വിചാരിക്കല്ലേ. ഇത് അള്ളാഹു നിനക്ക് തരുന്ന സിത്റാൻ, അള്ളാഹു നിനക്ക് തരുന്ന മറയാൻ. തൗബ ചെയ്ത് മടങ്ങിക്കോ, അള്ളാഹു നിന്നെ നാണം കെടുത്തുന്നില്ല. പക്ഷേ ഇത് ഒന്നിലധികം നടക്കുമ്പോൾ അപ്പോഴാണ് ഇത് പിടിക്കപ്പെടുന്നത്. അതിനെന്താ തെളിവുണ്ടോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, പിടിച്ചുകൊണ്ടുവന്നു. അയാളെ ശിക്ഷ നടപ്പാക്കപ്പെടുകയാണ്. ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹ് മാ സനൈതു ഇല്ലാ ഹാദിഹി. ഉമർ എന്നവരെ, ഈ വ്യഭിചാരമല്ലാതെ മറ്റൊരു വ്യഭിചാരവും ഞാൻ ചെയ്തിട്ടില്ലട്ടോ, ഇതെന്റെ ആദ്യത്തേതും അവസാനത്തേതുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദബ്ത, നീ പറഞ്ഞത് നുണയാണ്. ഇത് ഞാൻ ആദ്യമായി ചെയ്യുന്നൊരു കുറ്റമാണെന്നല്ലേ നീ പറഞ്ഞത്? ഖദബ്ത, ഇത് നുണയാണ്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഫ്ളഹു അബ്ദഹു ഫി അവ്വലി മറ. ആദ്യമായിട്ട് ഒരു മനുഷ്യൻ തിന്മ ചെയ്യുമ്പോൾ അല്ലാഹുവിനെ ഫളീഹത്താക്കില്ലടോ. ഇത് നീ ചെയ്തത് ഒന്നിലധികം തവണ ചെയ്തത് കൊണ്ടാണ്. ഇത് ശർഇന്റെ നിയമം പോലെ അംഗീകരിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. സുബ്ഹാനല്ലാഹ്. ഒരു കാര്യം കൂടെ മനസ്സിലായി, തിന്മ ചെയ്യുമ്പോ
അവിടെ എങ്ങാനും അത് നാണം കെടുത്താതെ അള്ളാഹു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങാനുള്ള അവസരമാണ്. പക്ഷെ അത് അള്ളാഹു കൂടുതൽ നാൾ പിടിച്ചു വെക്കൂല. അത് അള്ളാഹു ഫളിഹത്താക്കുന്നത് ഒന്നാം തവണ അള്ളാഹു ഒരു മനുഷ്യനെ നാണം കെടുത്തുന്നില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു തആല നമുക്ക് ഇഫ്ഫത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു തആല നമുക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകൾക്ക് സാക്ഷി പറയാൻ പറ്റില്ലെന്നും അവര് ഫാസിഖീങ്ങളാണെന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ അർത്ഥം എന്താണ്? ഇവർ നരകത്തിലേക്കാണെന്നാണോ? ഇവർക്കിനി രക്ഷയില്ലേ? അള്ളാഹുവിന്റെ റഹ്മത്ത് വരുന്നു. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹൂ ഇല്ലല്ലദീന ثم لم يتوبوا بأربعة شهداء. 4 സാക്ഷികളെ കൊണ്ടുവരാതെ നിൽക്കുന്ന ആളുകൾ അവർ ഫാസിഖീങ്ങളാണ് എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ ശേഷം ഇനി റബ്ബ് തആല പറയുന്നത് തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾ ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക്. ഇല്ലല്ലദീന താബൂ തൗബ ചെയ്യുകയും വഅസ്ലഹൂ നന്മ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ. സമയം വൈകി ഏതാനും ചില മസലകൾ നമ്മൾ മാറ്റിവെച്ച് ഈ ആയത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. തൗബ ചെയ്തു, പിന്നെ നന്മയും ചെയ്തു. അങ്ങനത്തെ ആളുകൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. അവരുടെ സാക്ഷിത്വം, അവർ സാക്ഷി പറയുന്നത് സ്വീകരിക്കപ്പെടും. അവർ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലേക്ക് അവരെ ചേർക്കുകയും ചെയ്യും. പക്ഷേ ഇവരെങ്ങാനും ഈ തൗബ ചെയ്യാതിരുന്നാൽ സുബ്ഹാനല്ലാഹ്, എന്താ വിഷയം? കാലാകാലം ഇവർ ഫാസിഖുകൾ തന്നെയാണ്. والذين يرموا إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. ആയത്ത് നോക്കുക. والذين يرمون المحصنات, ചാരിത്ര ശുദ്ധിയുള്ള പുരുഷന്മാർ, അത്തരം മുഅ്മിനീങ്ങളായ സ്ത്രീകൾ അവരെ വ്യഭിചാര ആരോപണം ചെയ്യുകയും ثم لم يأتوا بأربعة شهداء, എന്നിട്ട് 4 സാക്ഷികളെ വിസ്തരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ فجلدوهم 80 جلدة, അവരെ 80 വീതം അടിക്കണം. ولا تقبلوا لهم شهادة أبدا, അവരുടെ സാക്ഷിത്വം ഒരിക്കലും സ്വീകരിക്കുകയും അരുത്. وأولئك هم الفاسقون, അവർ തെമ്മാടികളാണ്. ഇല്ലല്ലദീന താബു, തൗബ ചെയ്ത് മടങ്ങുന്നവരൊഴികെ, മിൻ ബഅദി ദാലിക്, ഇത്തരം തിന്മകൾ സംഭവിച്ചു പോയതിന് ശേഷം തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾ, വഅസ്ലഹൂ, തൗബ ചെയ്തു മാത്രമല്ല അതിനുശേഷം നന്മകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. തിന്മ സംഭവിച്ചാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നന്മ ധാരാളം ചെയ്യണം. അങ്ങനെ കാണാറില്ലേ? ചെറുപ്പകാലത്തൊക്കെ അങ്ങനെ വഴിതെറ്റി ജീവിച്ചു, പിന്നെ അല്ലാഹു ഹിദായത്ത് കൊടുത്തു, പിന്നെ നിസ്കാരമൊക്കെ തുടങ്ങി. ഇത്തരം ആളുകൾ കുറച്ച് പ്രായക്കാകുമ്പോൾ ഇഷ്ടം പോലെ നിസ്കരിക്കും, ഒരുപാട് അധ്വാനിക്കും. കുറച്ചോനെ ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, അതൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടി തന്നെയാണ് റബ്ബേ ഞാനിത് ചെയ്യുന്നത് എന്ന രീതിയിൽ ഒരുപാട് അമല് ചെയ്യും പശ്ചാത്താപത്തിന്റെ ശേഷം. നേരെമറിച്ച് ചെറുപ്പത്തിലേ നല്ല രീതിയിൽ ജീവിച്ചു പോരുന്ന ആളുകൾ അവരാ സാധാരണ ചെയ്യുന്ന ഇബാദത്ത് തന്നെ ഉണ്ടാവുള്ളൂ, എക്സ്ട്രാ ഒന്നും ഉണ്ടാവില്ല. നേരെമറിച്ച് തിന്മയിൽ നിന്നോട് കയറി വന്ന ആളുകൾ ഒരുപാട് നന്മ ചെയ്യുന്നത് കാണാൻ കഴിയും. അതൊരു തൗഫീഖാണ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ പശ്ചാത്തപിച്ച ആളുകൾ വഅസ്ലഹു, എന്നിട്ട് നന്മ ചെയ്യുകയും. എന്താണ് ഈ പശ്ചാത്താപം? എന്താണ് ഈ പശ്ചാത്താപം? ഞാൻ ആരെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം ചെയ്തുവോ അത് ഞാൻ പറഞ്ഞത് നുണയാണ്, പരസ്യമായിട്ട് പറയണം. ഞാൻ ആ പറഞ്ഞത് നുണയാണ് എന്ന് പരസ്യമായി, അത് നുണയാണെന്ന് അയാൾക്കറിയാം. അങ്ങനത്തെ വിഷയത്തിൽ അവൻ അങ്ങനെ പറയണം. അവൻ പറഞ്ഞു സംഗതി, പിന്നെയാണ് ഓർമ്മ വന്നത് ആയത്തുന്നൂർ, സൂറത്തുന്നൂറിലെ ആയത്തുൽ ഖദ്ഫ്. പിന്നെയാണ് പഠിച്ചത്, പടച്ചോനെ ഞാനത് പറഞ്ഞുപോയി, 4 സാക്ഷികളെ വിസ്തരിക്കാനുമില്ല. ഇനിയിപ്പൊ ഞാൻ ആ പറഞ്ഞത് നുണയാണെന്ന് പറഞ്ഞ പശ്ചാത്താപാകുമോ? ഇല്ല. അയാൾക്കറിയാം, അയാൾക്ക് ഉറപ്പാണിത് വ്യഭിചാരം നടന്നിട്ടുണ്ട് എന്ന്. പറഞ്ഞത് ഇയാൾ ഹക്കായിട്ട് പറഞ്ഞതാ, പക്ഷെ സാക്ഷികളെ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ പിന്നെ മിണ്ടാൻ പാടില്ല എന്നാണ്. 4 സാക്ഷികളില്ലേ, ആ വിഷയം മിണ്ടാൻ പാടില്ല. പക്ഷെ ഇയാൾ പറഞ്ഞുപോയി. ഇനി ഇയാളുടെ തൗബ എങ്ങനെയാണ്? ഞാൻ ആ പറഞ്ഞത് നുണയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പറഞ്ഞ അയാൾ മറ്റൊരു നുണയാണ് ഈ പറയാൻ പോണത്. ആ പറഞ്ഞത് ഹക്കാണെന്ന് ഇയാൾക്കറിയാം, അയാൾ കണ്ട വിഷയം, ഉറപ്പായിട്ടും അയാൾക്ക് ഉറപ്പുള്ള വിഷയമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് നുണയാണ് എന്ന് അവിടെ പറഞ്ഞാൽ അത് തൗബയാവില്ല. കാരണം അത് തെറ്റിന് മറ്റൊരു തെറ്റാണ് ഈ ചെയ്യാൻ പോണത്.
കണ്ടു എന്ന് പറഞ്ഞത് ശരിയാ, ആരോപണം ഉന്നയിച്ചത് തെറ്റാണ്, പക്ഷേ ഞാൻ ആ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞതൊരു നുണയാണ്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത്, ഞാൻ ആ പറഞ്ഞതിൽ ഖേദിക്കുന്നു, ഇനി ഞാൻ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കില്ല, ഇത്തരം പ്രകടനങ്ങൾ എന്നിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന് പശ്ചാത്തപിച്ച് മടങ്ങണം. അതാണ് അവരുടെ തൗബ. വാസ്ലഹു, നന്മ ചെയ്യണമെന്ന് പറഞ്ഞു. എത്രയാണ് ഈ നന്മ ചെയ്യാന്ന് പറയും? എത്രയാ കാലഘട്ടം? സനത്തുൻ, ആലിമീങ്ങൾ 1 വർഷം വരെ കാത്തിരിക്കണം. ഇവൻ പശ്ചാത്തപിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ഇവന്റെ നടപ്പുകളൊക്കെ നോക്കട്ടെ. അവൻ നല്ല കുട്ടിയായിട്ട് നടക്കുന്നുണ്ട്, മാഷാ അല്ലാഹ്, നല്ല ശരീഅത്തനുസരിച്ചുള്ള ജീവിതമാണ്. അങ്ങനെ 1 വർഷം അവനെ വീക്ഷിച്ചു. എന്നാൽ പിന്നെ അവന്റെ സാക്ഷിത്വം സ്വീകരിക്കാം, എന്നാൽ പിന്നെ അവനെ ഫാസിക്കായി തള്ളേണ്ട ആവശ്യമില്ല. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാണ്, അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ്. അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിൽ ഒരിക്കലും പറഞ്ഞു പോകരുത്, അത്തരം ചർച്ചകൾ പോലും നടക്കരുത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഈ ആയത്തുകൾ ഉടനീളം. 4 സാക്ഷികളില്ല, 3 ആളെ കിട്ടിയാൽ എന്ത് ചെയ്യണം? ഇതൊക്കെ ശരീഅത്തിന്റെ നിയമത്തിൽ വളരെ ഗുരുതരമാണ്. 4 ആളെ കൊണ്ടുവന്നു, 4 ആളും സാക്ഷി പറയാൻ വേണ്ടി വന്നു. ഒരു സ്വഹാബിയുടെ വിഷയത്തിൽ അങ്ങനെ ഒരു ആരോപണം നടന്നിരുന്നു. ആരോപണം നടന്നപ്പോ 4 സാക്ഷികൾ ഉണ്ടായി. പക്ഷേ ആ 4 സാക്ഷി മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആരോപണം നടന്ന സമയത്ത് അവരിൽ സാക്ഷികളായി വന്ന ആൾ, അവരിൽ അബൂബക്കർ, നുഫൈ ഇബ്നു ഹാരിസ് ഉണ്ട്, നാഫിഉ ഇബ്നു ഹാരിസ് ഉണ്ട്, ഷിബിൽ ഇബ്നു മഅബദ് അൽ ബജലി ഉണ്ട്, സിയാദ് എന്ന് പറയുന്ന മറ്റൊരാളുമുണ്ട്. ഇങ്ങനെ വന്നപ്പോ ഒരാൾ സാക്ഷി പറയാൻ പോവാൻ ആരോപണം ഉന്നയിച്ചു. ആരോപണം ഉന്നയിച്ചിട്ട് പിന്നെ 4 ആള് വേണമെന്ന് പറഞ്ഞു. 4 ആളും സാക്ഷി പറയാൻ വന്നു. അങ്ങനെ വന്ന സമയം ഒരാൾക്ക് ഇങ്ങനെ ഒരു ഇടറൽ, ഞാനത് പറയണില്ല, ഞാനതിന് സാക്ഷിയാന്ന് പറയുന്നില്ല. അങ്ങനെ വന്നാൽ അങ്ങനെ സംഭവിച്ചു. ആ സമയത്ത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജലദ ഉമർ സലാസത്തൽ മദ്കൂരീൻ, ആ സാക്ഷി പറഞ്ഞ 3 ആളെയും അടിച്ചു എന്നാണ്. അവരോരോരുത്തർക്കും 80 വീതം അടി നടപ്പാക്കിയെന്നാണ്. ഒരാൾ അവിടെ വന്നപ്പോ കാലുമാറി, അങ്ങനെ പറയില്ല, കാലുമാറ് കൂറുമാറ എന്നൊക്കെ പറയില്ലേ. ഒരാൾ അവിടെ എത്തിയപ്പം ഞാൻ സാക്ഷി പറയണില്ല, 4ൽ എണ്ണം ചുരുങ്ങി. അങ്ങനെ വന്നപ്പോ പറഞ്ഞ ആളെയും ഈ സാക്ഷി പറയാൻ വന്ന ബാക്കി 3 ആളെയും അങ്ങനെ ചെയ്തു എന്നാണ്. ഇനിയിപ്പോ ഒരാളെ വ്യഭിചാരോപണം ചെയ്തു, ആ വിഷയത്തിൽ 4 ആളും സാക്ഷി പറഞ്ഞു. സാക്ഷി പറഞ്ഞിട്ട് വ്യഭിചാരം തെളിയിക്കപ്പെട്ടു, ഒരു മനുഷ്യനെ എറിഞ്ഞു കൊന്നു എന്ന് വിചാരിക്കുക അല്ലേ? മരിക്കുവോളം എറിയണമെന്നല്ലേ, റജ്മെന്നല്ലേ? വിവാഹിതരായ മനുഷ്യൻ വ്യഭിചരിച്ചാൽ അവരുടെ ശിക്ഷ അതല്ലേ? എറിഞ്ഞു കൊന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞത് എനിക്ക് ഇത്ര കൈക്കൂലി എന്നപ്പം പറഞ്ഞതാ ഞാൻ എന്ന്. ഒരാളങ്ങോട്ട് കാലുമാറി എന്ന് വിചാരിക്കുക. ആളെ വധിച്ചു കഴിഞ്ഞു. അയാളുടെ ആരോപണപ്രകാരം ഇത് തെളിഞ്ഞു, 4 ആൾ സാക്ഷി പറഞ്ഞു. പക്ഷേ വധിക്കലൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഒരാൾ കാലുമാറിയാൽ എന്താണ്? അലൈഹി റുബ്ഉ ദിയ, ഇയാൾക്ക് ഇവരുടെ ഒരു ബ്ലഡ് മണി ഉണ്ടാകും. അങ്ങനെ അകാരണമായി വധിക്കപ്പെടുന്ന ആളുകൾക്ക് പ്രായശ്ചിത്തം നൽകേണ്ടി വരും. അത് ഹാക്കിം, ഭരണാധികാരിയെ നിശ്ചയിക്കുക എത്ര തുകയാണ് കൊടുക്കേണ്ടത് എന്ന്. ആ തുകയുടെ 4ൽ1 ഈ പിന്മാറിയ ആൾ വഹിക്കേണ്ടി വരുമെന്നാണ് നിയമം. അങ്ങനെ കുറെ മസലകൾ ഈ വിഷയത്തിൽ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ആധികാരികമായി ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ, വാക്കുകൾ, പ്രയോഗങ്ങൾ ഉമ്മത്തിന് വേണ്ട, മുസ്ലിമീങ്ങൾക്കിത് വേണ്ട, മുസ്ലിം സമൂഹത്തിൽ ഇത് ചർച്ച ചെയ്യേണ്ട. ഇത് അള്ളാഹുവിന്റെ ദീനാണ്, നന്മ മാത്രം പറയപ്പെടേണ്ട ദീനാണിത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ ഫൽയഖുൽ ഖൈറൻ, നല്ലത് മാത്രം പറഞ്ഞാൽ മതി. നല്ലതൊന്നും പറയാൻ കിട്ടുന്നില്ലേ? ഫൽയസ്മുത്, കീപ് ക്വയറ്റ്, ഒന്നും പറയാതെ മിണ്ടാതെന്നോ, ഒന്നും പറയാതെ മിണ്ടാതിരുന്നോ. നന്മ പറഞ്ഞാൽ മതി, തിന്മ പറയല്ലേ. ഇതാണ് അള്ളാഹുവിന്റെ ദീനിന്റെ കാഴ്ചപ്പാടും ഉമ്മത്തിന്റെ സ്വഭാവവും ഇതായിരിക്കണം. അള്ളാഹു അത്തരം ഉത്ബുദ്ധരായ ഒരു സമൂഹമായി മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സമൂഹത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ ഉമ്മത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമായ, ദേശത്തിന് കാരണമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട്, അള്ളാഹുവിന്റെ മലക്കൂത്തിലേക്ക്, അള്ളാഹുവിന്റെ അളമത്തിന് യോജിക്കാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു പോയതെല്ലാം റഹ്മാനായ റബ്ബ് ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് അള്ളാഹു ഈ ഉമ്മത്തിന് നമുക്കെല്ലാവർക്കും മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദേഷ്യമിറങ്ങാതെ, അള്ളാഹുവിന്റെ കോപമിറങ്ങാതെ, അള്ളാഹുവിന്റെ സിത്റിലും ഹിമായത്തിലും ഹിഫിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
നമ്മൾ ദുആ ഇറക്കുകയാണ്. ഉംറക്ക് പോകാൻ ഉദ്ദേശിച്ച സഹോദരൻ അള്ളാഹുവിന്റെ ഉംറ വളരെ റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. SSLCക്ക് പരീക്ഷ എഴുതുന്ന കുട്ടികൾ, +2 പരീക്ഷ എഴുതുന്ന കുട്ടികൾ, ഒരുപാട് പരീക്ഷയ്ക്ക് ഇരിക്കുന്ന മക്കളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു തആല ബുദ്ധിയും ഓർമ്മശക്തിയും അതുപോലെ തന്നെ കഴിവും നല്ല വിജ്ഞാനവും അച്ചടക്കവും ദീനിന്റെ ബോധവും തഖ്വയുമുള്ള നല്ല മക്കളായി ഈ ഉമ്മത്തിന് ഉപകാരപ്പെടുന്നവരായി അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പിന്നെ സഹോദരൻ 15 വർഷമായി കല്യാണം കഴിഞ്ഞു, നമ്മുടെ ക്ലാസ്സിനൊക്കെ വരുന്ന ആളുകളാണ്. അവര് മക്കളില്ല, അവർക്ക് വേണ്ടി സന്താന സൗഭാഗ്യം ഉണ്ടാവണം. ദുആ ഇറക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖുർറത്തുൽ ഐനായ മക്കളെ നൽകുമാറാകട്ടെ. സക്കരിയ നബി, മഹാനായ അള്ളാഹുവിന്റെ നബി സക്കരിയ നബി അലൈഹിസ്സലാമിന് യഹ്യ നബിയെ കൊടുത്ത തമ്പുരാൻ അള്ളാഹു അവർക്ക് മക്കളെ കൊടുക്കുമാറാകട്ടെ. തൂലുൽ ഉംറിലെത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാമിന് ആദ്യം ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും പിന്നീട് ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെയും കൊടുത്ത് അനുഗ്രഹിച്ച റബ്ബ് അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിനതൊന്നും വിഷയമല്ല, അള്ളാഹുവിനതൊന്നും വിഷയമല്ല. നമ്മൾ ദുആ ഇറക്കണം. ഖൂലു ഇസ്തഗ്ഫിറൂ റബ്ബക്കും. ല്ലേ, മക്കളെ കിട്ടാൻ ഒരു കാരണം ഇസ്തിഗ്ഫാർ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ധാരാളം ചൊല്ലണം. ആ ദിക്ർ വർദ്ധിപ്പിക്കണം. അത് മക്കളുടെ സൗഭാഗ്യം, മക്കളാൽ സൗഭാഗ്യമുണ്ടാവാൻ, മക്കൾ കൊണ്ട് സൗഭാഗ്യം ഉണ്ടാവാൻ ഒരു കാരണമാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചോദിച്ച ആളുകൾ പ്രത്യേകിച്ചും എന്ത് ചെയ്യണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ധാരാളമായിട്ട് ചൊല്ലണം. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ നമ്മുടെ സഹോദരന്റെ ബന്ധു ജോലി ആവശ്യാർത്ഥം വന്നിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഖൈറായ ഉചിതമായ ഒരു ജോലി അള്ളാഹു നൽകുമാറാകട്ടെ. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ സദസ്സിലുണ്ടാകാം, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവർക്കൊക്കെ ഖൈറായ മൈഷത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. പിന്നെ സഹോദരന്റെ ഉപ്പ ഒരു ഭാഗം കുഴഞ്ഞ ഹോസ്പിറ്റലാണ്. അള്ളാഹു ആ മഹാൻ സഹോദരൻ അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. നാട്ടിലേക്ക് യാത്ര പോകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, ദ്വാരക്കാൻ പറഞ്ഞവർ, വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. അള്ളാഹുവർക്കൊക്കെ സ്വാലിഹത്തുകളായ പെൺകുട്ടികളെ ഇണകളായി അള്ളാഹു നൽകുമാറാകട്ടെ. മക്കളുടെ കല്യാണത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, അവരുടെ മക്കളുടെ വിവാഹം അവർ അള്ളാഹു റാഹത്തിനും സന്തോഷത്തിനും ആക്കി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ. ആഫത്ത് മുസീബത്ത് അള്ളാഹു കാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾ പറഞ്ഞതിലെ നന്മ അത് നിന്നിൽ നിന്നുള്ള ഇൽഹാമാണ് ഉടച്ചവനെ. ഞങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും തെറ്റുകളോ അപാകതകളുണ്ടെങ്കിൽ ഫമിന്നി വമിനശ് ശൈത്വാൻ. അള്ളാഹു ഞങ്ങൾക്ക് ഇൽമ വർദ്ധിപ്പിക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ അപാകതകളെ പരിഹരിക്കണേ ഉടച്ചവനെ. ഞങ്ങളുടെ ഇഖ്ലാസ് നീ നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ അമലുകൾ ഇഖ്ലാസ് ഉള്ളതാക്കണേ ഉടച്ചവനെ. അള്ളാഹു ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്ന ഓരോ കാൽവെപ്പുകളും നന്മയായി സ്വീകരിക്കണേ റബ്ബേ. ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് നടന്നു വന്നവർ, വാഹനം കയറി വന്നവരൊക്കെ ഈ സദസ്സിലുണ്ട് പടച്ചവനെ. നിന്റെ ദീനും നിന്റെ ദീനിന്റെ ഇൽമും ഈ സദസ്സിലെ ഒരു ദുആയും ഒക്കെ പ്രതീക്ഷിച്ചു കൊണ്ടുവരുന്നവരാണ്. അള്ളാഹുവേ, ദുആഇന് ഉത്തരം കിട്ടുന്ന ഒരു മജ്ലിസാക്കി തരണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ തെറ്റുകൾ മാപ്പാക്കി താ റബ്ബേ. ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ നീ പുറത്തു താ റബ്ബേ. അള്ളാഹുവേ, അത് എത്രയാണെന്ന് പോലും ഓർത്തെടുക്കാൻ കഴിയാത്ത വിധം അത്രയും നീണ്ടുകിടക്കുന്ന ഞങ്ങളുടെ തിന്മയുടെ പാപങ്ങളുടെ റെക്കോർഡിൽ നിന്ന് ആ തിന്മകളൊക്കെ നീ മായ്ച്ചു കളയണേ അല്ലാഹ്. ഇന്നക തംഹു മാ തശാഉ വതുസ്ബിതു വഇൻദക ഉമ്മുൽ കിതാബ്. അല്ലാഹു, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അത് മായ്ച്ചു കൊടുക്കുന്നുണ്ട്, നീ ഉദ്ദേശിക്കുന്നവർക്ക് അത് ബാക്കിയാക്കുന്നുണ്ട്. അല്ലാഹു, ഞങ്ങളത് നീ മായ്ച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ അകവും പുറവും നന്നാക്കണേ റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിന്റെ അസുഖങ്ങൾ ശിഫയാക്കി താ തമ്പുരാനെ. ഞങ്ങളുടെ ഖൽബിന്റെ അസുഖങ്ങൾ ശിഫയാക്കി താ റബ്ബേ. അല്ലാഹുവേ, അസൂയയും കിബറും ആളുകളോട് ദേഷ്യവും അഹങ്കാരവും താൻപോരിമയും അങ്ങനെ നീ ഇഷ്ടപ്പെടാത്ത ഹൃദയത്തിന്റെ എല്ലാ മാലിന്യങ്ങളും ഞങ്ങളുടെ ഖൽബിൽ നിന്ന് നീ നീക്കിത്തരണം പടച്ചവനെ. അല്ലാഹു, നിനക്ക് ഇഷ്ടമുള്ള സ്വഭാവം അത് ഞങ്ങളുടെ സ്വഭാവമാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ആളുകൾ ഞങ്ങളിലേക്കൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പേ അത് സ്വന്തമായി കാണാനുള്ള ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും സാധുക്കളാണ് റബ്ബേ, പാപികളാണ് റബ്ബേ, ഇൽമു കുറഞ്ഞവരാണല്ലോ, അമല് കുറഞ്ഞവരാണ് പടച്ചവനെ, തഖ്വ കുറഞ്ഞവരാണല്ലോ. അല്ലാഹു, ഞങ്ങൾ നിന്റെ മുമ്പിൽ സമ്മതിക്കുകയാണ് പടച്ചവനെ. വന്നുപോകുന്ന തെറ്റുകൾ മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് ചെറുപ്പക്കാരുകളും ഒക്കെ ഈ സദസ്സിലുണ്ട്, ഞങ്ങളുടെ ഉമ്മത്തുകളിലുണ്ട് പടച്ചവനെ. സാഹചര്യങ്ങളിൽ, കൂട്ടുകാരിൽ, സമ്മർദ്ദങ്ങൾ വഴങ്ങി ചെയ്തു പോകുന്ന ഒരുപാട് തെറ്റുകൾ അല്ലാഹുവേ മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഞങ്ങൾക്കൊക്കെ മാപ്പാക്കി തരണേ റബ്ബേ.
ഹിദായത്തിലേക്ക് തിരിച്ചു വരാൻ അവസരം കൊടുക്കണേ റബ്ബേ. അള്ളാഹു തിന്മ ചെയ്ത് നടക്കുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിലേക്ക് പോലും എത്താൻ കഴിയാതെ ഞങ്ങളുടെ പരിസരങ്ങളിൽ റൂമുകളിൽ കിടന്നുറങ്ങുന്നവരും അല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ. അള്ളാഹുവേ, ഈ രീതിയിൽ അവർ മരിച്ചുപോയാൽ, തൗബ ചെയ്യാൻ അവസരമില്ലാതെയായി പോയാൽ അള്ളാഹുവേ, പിന്നെ ഹിസാബ് നിന്റെ കയ്യിലാണ്. പടച്ചവനെ, ഈ ഉമ്മത്തിൽ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമായ എല്ലാവർക്കും നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ അവസരം നൽകണേ റബ്ബേ. നിന്നിലേക്ക് പശ്ചാത്തപിക്കാൻ ഒരു അവസരം കൊടുക്കണേ റബ്ബേ. നിന്റെ ദീനിനെ അടുത്തറിയാൻ ഒരു അവസരം കൊടുക്കണേ റബ്ബേ. ഇസ്ലാം എന്താണെന്നോ ദീൻ എന്താണെന്നോ അറിയാതെയോ തെറ്റിദ്ധാരണ കൊണ്ടോ നടക്കുന്നവർ ദീനിലേക്ക് അടുപ്പിക്കണേ പടച്ചവനെ. ഇൽമ് തരണേ റബ്ബേ. നല്ല ബോധം നൽകണേ പടച്ചവനെ. അള്ളാഹു, ഞങ്ങളുടെ ഇൽമിനും ഞങ്ങളുടെ ഈമാനിനും കോട്ടം തെറ്റുന്ന ഒന്നും കേൾക്കാതെയും കാണാതെയും അറിയാതെയും ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഈമാനിനെ ഇളക്കി മറിക്കുന്ന പ്രഭാഷണങ്ങളോ വാക്കുകളോ കേൾക്കാതെ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഈമാനിനെയും യഖീനിനെയും ബാധിക്കുന്ന, തകരാറിലാക്കുന്ന ഒരു ഇൽമും ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ. അള്ളാഹു, ഈ ഉമ്മത്തിനെ കാക്കണേ പടച്ചവനെ. ഈമാനിൽ നിന്ന് കുഫറിലേക്ക് ഓടിപ്പോകുന്ന കാലമാണ് പടച്ചവനെ. ഞങ്ങളുടെ ഈമാൻ കെട്ടുപോകാതെ നീ സൂക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ കാക്കണേ പടച്ചവനെ. മക്കളുടെ മക്കളെ കാക്കണേ റബ്ബേ. തലമുറകളോളം നിന്റെ ദീനിന്റെ അഹ്ലുകാരായി നിലനിർത്തണേ പടച്ചവനെ. അള്ളാഹു, ഒരുപാട് രോഗികളുണ്ടല്ലോ. ഞങ്ങൾ ഓരോരുത്തരും ചെറുതും വലുതുമായ രോഗം കൊണ്ട് മരുന്ന് കഴിക്കുന്നവരും അല്ലാത്തവരുമാണ്. അള്ളാഹുവേ, നീ ശിഫ തരണേ പടച്ചവനെ. ഇത് നിന്റെ ഇൽമ പറയപ്പെടുന്ന സ്ഥലമാണ് റബ്ബേ. നിന്റെ മലക്കുകൾ ഞങ്ങളോടൊപ്പം ഉണ്ട് പടച്ചവനെ. നിന്റെ കലാം ഓതപ്പെടുന്ന സ്ഥലമാണല്ലോ. നിന്റെ ഹബീബിനെ പറയപ്പെടുന്ന സ്ഥലമാണല്ലോ. നിന്റെ ഭൂമിയിൽ നിനക്ക് ഇഷ്ടമുള്ള മജ്ലിസുകളിൽ ഒരു മജ്ലിസാക്കി ഇതിനെ സ്വീകരിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ശിഫദാ റബ്ബേ. ഞങ്ങൾ ഓരോരുത്തർക്കും ശിഫദാ റബ്ബേ. മക്കൾക്ക് ശിഫ തരണേ റബ്ബേ. സഹോദരന്റെ വാപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞു. അള്ളാഹുവെ, ശിഫ കൊടുക്കണേ റബ്ബേ. ഒരുപാട് സഹോദരിമാർ, ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു, ഒരുപാട് ആളുകൾ ഈ സദസ്സിലുള്ളവർ, ഞങ്ങളുമായി ബന്ധമുള്ള ഓരോരുത്തരും ഞങ്ങൾ ആരൊക്കെ മനസ്സിൽ കരുതുന്നുണ്ടോ പടച്ചവനെ, എല്ലാവർക്കും ശിഫ കൊടുക്കണേ റബ്ബേ. മാരകങ്ങളായ സുഖം നിന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ക്യാൻസർ പോലുള്ള രോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ ബലാഉം നിന്റെ മുസീബത്തും നീ ഞങ്ങൾക്ക് നൽകുന്ന ഇബ്തിലാഉകളും അല്ലാഹുവേ, 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 അത് സഹിക്കാനുള്ള കെൽപ്പ് ഞങ്ങൾക്കില്ല റബ്ബേ. അല്ലാഹുവേ, അത്തരം അസുഖങ്ങൾ ഒരാൾക്കും വരാതെ കാക്കണേ അല്ലാ. അത്തരം അസുഖങ്ങൾ വന്നവർക്ക് നീ അത്ഭുതകരമായ ശിഫ കൊടുക്കണേ പടച്ചവൻ. നീ അത്ഭുതകരമായി ശിഫയാക്കണേ അല്ലാ. അല്ലാഹു, ഇത് കാണാൻ ഞങ്ങളെ കൊണ്ട് വയ്യ റബ്ബേ. അത് കേൾക്കാൻ ഞങ്ങളെ കൊണ്ട് വയ്യ പടച്ചവനെ. ഞങ്ങളിൽ ആർക്കെങ്കിലും അതിന്റെ വല്ല വൈറസുകളും ശരീരത്തിലുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല അല്ലാ. നിനക്കല്ലാതെ മറ്റാർക്കും അറിയാത്ത അല്ലാമുൽ ഗുയൂബായ പടച്ചവനെ, ഞങ്ങളിൽ അത്തരം അപകടകാരികളായ രോഗങ്ങൾ വരാതെ കാക്കണേ അല്ലാ. ഈ സദസ്സിൽ ഞങ്ങളോടൊപ്പം ഇത് വീക്ഷിക്കുന്ന, ഓൺലൈനിലും മറ്റും വീക്ഷിക്കുന്ന, ആമീൻ പറയുന്ന, ദുആയിരക്കുന്ന ആള്, ഞങ്ങൾ എല്ലാവരെയും ഇതിൽ പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾ ആർക്കും ഇത്തരം അപകടങ്ങൾ വരാതെ കാക്കണേ റബ്ബേ. റോഡ് അപകടങ്ങളിൽ നിന്ന് കാക്കണേ പടച്ചവനെ. ഞങ്ങൾ നാട്ടിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് പ്രവാസികളായി വന്നവരാണ്, യാത്ര ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ യാത്രയിലും നാട്ടിലും ഒക്കെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹു, ഈ സമൂഹത്തിൽ ഫിത്ന വരാതെ കാക്കണേ പടച്ചവനെ. ഈ സമൂഹം തമ്മിൽ തല്ലി അപകടപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് കാക്കണേ പടച്ചവനെ. ഈ സമൂഹത്തിന്റെ ഫിത്ന അല്ലാഹുമ്മ ലാ തജ്അൽ ബഅസനാ ബൈനനാ. പടച്ചവനെ, ഈ സമൂഹം തമ്മിൽ തല്ലുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ലേ റബ്ബേ. അല്ലാഹു, അത്തരം ഫിത്നക്ക് കാരണക്കാരായ ആളുകൾ ആരോ അവരെ നീ പിടിച്ചു കെട്ടണം പടച്ചവനെ. അവർക്ക് ഹിദായത്തിലേക്ക് വഴി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു, നന്മയിലേക്ക് വഴി കൊടുക്കണേ പടച്ചവനെ. നിന്റെ ദീനിൽ ഒരു ഫിത്നയും വരാതെ കാക്കണേ അല്ലാ. നിന്റെ ദീനിൽ ഫിത്ന വരാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹു, നിന്റെ ദീനിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന മുഖ്ലിസീങ്ങളായ ഉലമാ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചുപോയ ഒരുപാട് ആളുകൾ, ദീനിന് വേണ്ടി പ്രവർത്തിച്ചവർ, സമസ്തയുടെ ആലിമീങ്ങളും ഉമറാക്കളുമായ പ്രവർത്തകരായ ഒരുപാട് ആളുകൾ, പടച്ചവനെ എല്ലാവർക്കും മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചവനെ. ഞങ്ങളൊക്കെ മരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആയിരക്കുന്നവരെ നീ ഉണ്ടാക്കി തരണേ റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന ആളുകളെ നീ തയ്യാറാക്കണേ പടച്ചവനെ. ആർക്കും കിട്ടാതെ പോകുന്ന തരത്തിലൊരു മയ്യത്താക്കി തരല്ലേ പടച്ചവനെ. അല്ലാഹു, ഞങ്ങൾക്ക് വേണ്ടി മുഅ്മിനീങ്ങൾ ദുആയിരക്കുമ്പോൾ ശഫാഅത്ത് ചെയ്യുമ്പോൾ അത് മുഖേനെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നാളെ ഖബറിലും ഹിസാബിലും മീസാനിലും സിറാത്തിലും ഞങ്ങളോട് റഹ്മത്തിന്റെ നോട്ടം നോക്കല്ലാ. അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗം കടക്കാനുള്ള ഭാഗ്യം താ പടച്ചവനെ. നിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ
കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം താ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ അഷ്റഫുൽ ഖൽഖിന്റെ കൂടെ, അംബിയാഇന്റെ കൂടെ, സ്വഹാബത്തിന്റെ കൂടെയൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിന്റെ ആഖിർ സമാനിലെത്തിയ ഞങ്ങൾ അവിടുത്തോട് കൂടെ നിൽക്കാൻ കൊതിക്കുകയാണല്ലോ. അത് ഞങ്ങൾ ചോദിക്കുകയാണ് പടച്ചവനെ. ഇത് ഞങ്ങളുടെ അപേക്ഷയാണല്ലോ. ഹബീബിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല പടച്ചവനെ. അവിടുത്തെ സ്വഹാബത്തിനെ പോലും കാണാൻ പറ്റിയിട്ടില്ലല്ലോ. താബിഈങ്ങളെ കണ്ടിട്ടില്ല പടച്ചവനെ. അവരോടൊക്കെ ഹുബ്ബുണ്ടല്ലോ, സ്നേഹമുണ്ട് പടച്ചവനെ. അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് ഞങ്ങളൊക്കെ ചേർക്കണേ പടച്ചവനെ. اللهم اجعلنا من المغفورين، اللهم اجعلنا من المرحومين، اللهم اجعل لنا من رحمتك ومغفرتك حظا وافرا بحق نبيك وسيدنا محمد صلى الله عليه وسلم، وبحق صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. മുനവ്വറയിൽ അന്തിയുറങ്ങും ത്വാഹ റസൂലേ സലാം. അല്ലാഹു 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 അസ്സുബ്ഹു ബദാ മിൻ ത്വലഅതിഹി. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا ومنجينا وهادينا ومنبع الحق وخير الخلق سيدنا محمد صلى الله عليه وسلم، صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين. والخامسة أن لعنة الله عليه إن كان من الكاذبين. ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين. والخامسة أن غضب الله عليها إن كان من الصادقين. ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. بارك الله لي ولكم بالقرآن العظيم، ونفعني وإياكم بما فيه من الآيات والذكر الحكيم، وعصمني وإياكم برحمته من الشيطان الرجيم.
ബഹുമാന്യരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ദായ ഫദ്ല് കൊണ്ട് അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ, ഇബാദുകളിൽ അല്ലാഹു നമ്മെ ചേർത്ത് തരുമാറാകട്ടെ. അല്ലാഹു അവന് ഇഷ്ടപ്പെട്ട ഇബാദിന്റെ സ്വഭാവങ്ങൾ അല്ലാഹു നമ്മളിൽ കാണിക്കുമാറാകട്ടെ. അല്ലാഹുവിന് വെറുപ്പുള്ളതെല്ലാം നമുക്ക് വെറുപ്പാവുകയും അവന് ഇഷ്ടമുള്ളത് നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മിലെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മിലെ രോഗികൾക്ക് അപകടത്തിൽ സംഭവിച്ചവരെ ദുആരക്കാൻ വേണ്ടി നമ്മുടെ ക്ലാസ്സിലൊക്കെ സജീവമായി വരുന്നൊരു സഹോദരൻ അപകടത്തിലാണ്, ആശുപത്രിയിലാണ്. അല്ലാഹു സഹോദരന് ശിഫ നൽകുമാറാകട്ടെ. എല്ലാ രോഗികൾക്കും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരിച്ചുപോയ എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ സൂറത്തുന്നൂറിലെ 7-ാമത്തെ ആയത്ത് മുതൽ 10 വരെയുള്ള 6 മുതൽ 10 വരെയുള്ള 4 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. അല്ലാഹു നമുക്ക് ഇൽമിൽ ബറക്കത്തും അമലിന് അല്ലാഹു തൗഫീഖും നൽകുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചത്, വ്യഭിചാര ആരോപണം ഒരാൾക്ക് ആരോപിക്കണമെങ്കിൽ 4 സാക്ഷികൾ ഉണ്ടെങ്കിൽ മാത്രമേ വ്യഭിചാര ആരോപണം പാടുള്ളൂ. അതും വ്യഭിചാരമെന്ന കൃത്യം, ആ തിന്മ എങ്ങനെയാണോ നടക്കുന്നത് അത് അങ്ങനെ കണ്ടു എന്ന് പറയാൻ കഴിയുന്ന സത്യവാന്മാരായ, സത്യസന്ധരായ 4 പേർ. ഏതെങ്കിലും ആളുകളെ വെച്ച് സത്യം ചെയ്തിട്ട് കാര്യമില്ല. ഷഹാദത്ത് സ്വീകരിക്കപ്പെടുന്ന ആളുകൾ, സാക്ഷിത്വം സ്വീകരിക്കപ്പെടുന്ന ആളുകൾ 4 ആൾ സാക്ഷി നിന്നെങ്കിൽ മാത്രമേ ഈ ആരോപണം ഉന്നയിച്ചയാൾക്ക് ഖദ്ഫിന്റെ ശിക്ഷ ഒഴിവായി പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഫജ്ലിദൂഹും 80 ജൽദ, 80 വീതം അവർ അടിക്കപ്പെടണം, അവരെ അടിക്കണം എന്ന് അല്ലാഹുവിന്റെ ആജ്ഞയുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഒരു ഉമ്മത്തിനെ തർബിയത്ത് ചെയ്യുന്ന രീതിയാണ് അല്ലാഹു പറഞ്ഞു തരുന്നത്. ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ട സോഷ്യൽ വാല്യൂസ്, സാമൂഹികമായ മൂല്യങ്ങൾ അങ്ങ് ഉയർത്തിക്കാണിക്കുകയും ഈ സമൂഹത്തിന് അപമാനം വരുന്ന, ഒരു മുഅ്മിനായ മനുഷ്യന് അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒന്നുപോലും ഒരു മനുഷ്യനും മിണ്ടാൻ പാടില്ല. മിണ്ടുന്നുവെങ്കിൽ അവൻ തക്കതായി കാരണത്തോടുകൂടെ സാക്ഷികൾ സഹിതമാണത് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ തുടർ നടപടികളാകാം, എന്നല്ലാതെ ഒരാരോപണം പാടില്ല. ഇനി നമ്മൾ പഠിക്കുന്ന ആയത്ത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചർച്ചയാണ്. അങ്ങനെ വന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അസ്ഹാബുകളും ഇരിക്കുന്ന സമയത്ത് അൻസ്വാരികളുടെ നേതാവ് സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആയത്ത് ഇറക്കി തന്നിട്ടുണ്ടല്ലോ, വല്ലദീന യർമൂനൽ മുഹ്സനാതി സുമ്മ ലം യഅ്തൂ ബിഅർബഅതി ശുഹദാ ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون. ചാരിത്രശുദ്ധിയുള്ള വിവാഹിതരായ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളെ വ്യഭിചാര ആരോപണം നടത്തുകയും 4 സാക്ഷികളെ വിസ്തരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ അവരെ നിങ്ങൾ 80 വീതം അടിക്കണമെന്നും അവരുടെ സാക്ഷിത്വം ഒരിക്കലും ഇനി സ്വീകരിക്കരുതെന്നും അവർ ഫാസിഖീങ്ങളാണെന്നും അല്ലാഹു പറഞ്ഞ ആയത്തുണ്ടല്ലോ നബിയെ. അഹാകദാ ഉൻസിലത് യാ റസൂലല്ലാഹ്, ഇതിങ്ങനെ തന്നെയാണോ നബിയെ അല്ലാഹു ഇറക്കിയത്? ചോദിക്കുന്നത് സ്വഹാബികളിൽ പ്രമുഖനായ സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു. ഇതിങ്ങനെ തന്നെയാണോ നബിയെ?
അല്ലാഹുവിന്റെ റസൂൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, യാ മഅ്ശറൽ അൻസ്വാർ അലാ തസ്മഊന ഖൗല സയ്യിദിക്കും, അൻസ്വാരികളെ, നിങ്ങളുടെ നേതാവ് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടോ? ഇതിങ്ങനെ തന്നെയാണോ നബിയെ ഇറങ്ങിയത് എന്ന്. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, സഅദ് ഇബ്നു ഉബാദയെ ആക്ഷേപിക്കരുത് നബിയെ, അദ്ദേഹം ഞങ്ങളിൽ ഏറ്റവും വലിയ അഭിമാനിയായ മനുഷ്യനാണ്. സഅദ് ഇബ്നു ഉബാദ കല്യാണം കഴിച്ചിട്ടുള്ളത് ബിഖറുകളായ പെണ്ണുങ്ങളെ മാത്രമാണ്, കന്യകളെ മാത്രമേ അവര് കല്യാണം കഴിച്ചിട്ടുള്ളൂ. അത് മാത്രമോ, സഅദ് ഇബ്നു ഉബാദ ഏതെങ്കിലും ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലിയാൽ നബിയെ, ഞങ്ങളിൽ ഒരാൾ പോലും ആ പെണ്ണിന് പിന്നെ കല്യാണം കഴിക്കാൻ ധൈര്യപ്പെടൂല. അത്രക്ക് അഭിമാനിയാണ് അദ്ദേഹം. അല്ലാഹുവിന്റെ റസൂലേ, സഅദ് ഇബ്നു ഉബാദ ഇങ്ങനെ ചോദിക്കുമെങ്കിൽ അതിനൊരു കാരണം കാണും നബിയെ എന്ന് അൻസാരികൾ ഒന്നാകെ. ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ച ഇങ്ങനെ നടക്കുകയാണ്. നോക്കണം അല്ലാഹുവിന്റെ വഹി ഇറങ്ങുന്ന രീതികൾ. അങ്ങനെ വന്നപ്പോ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി, വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ലഅലമു അന്നഹാ ഹഖ്ഖുൻ, ഇത് ഹഖാണെന്ന് എനിക്കറിയാം നബിയെ, വ അന്നഹാ മിനല്ലാഹ്, ഇത് അല്ലാഹു ഇറക്കിയതാണെന്നും എനിക്കറിയാം നബിയെ, എനിക്കത് സംശയം കൊണ്ട് ചോദിക്കല്ല. പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇവിടെയാണ് പ്രശ്നം. എന്ത്? ലൗ അന്നി ലൗ അജത്തു ലുകാഅൻ ഖദ് തഫഖദഹാ റജുലുൻ, നബിയെ, എന്റെ ഭാര്യയെ ഏതെങ്കിലും ഒരു ദുഷ്ടനായ മനുഷ്യൻ വ്യഭിചരിക്കാൻ വരികയും അവൻ അവളുടെ ശരീരത്തിൽ ഇരിക്കുകയും ചെയ്തതിന്റെ ശേഷം, അല്ലാഹുവിന്റെ റസൂലേ, ഈ മനുഷ്യനെ ഒന്ന് പിടിച്ചു മാറ്റണമെങ്കിലോ ഒന്നുറക്കെ നിലവിളിക്കണമെങ്കിലോ 4 സാക്ഷികളെ വേണമെന്ന് നബിയെ അങ്ങ് പറഞ്ഞാൽ, ഈ 4 സാക്ഷികളെ കൊണ്ടുവരാൻ ഞാൻ പോകുമ്പോഴേക്കും ഇവനവന്റെ പണി കഴിച്ചു പോകുമല്ലോ നബിയെ, ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് റസൂലേ. അതിന്റെ പേരിൽ ചോദിച്ച ചോദ്യമാണിത്. പറയാൻ പറ്റൂലല്ലോ, മിണ്ടാൻ പറ്റില്ലല്ലോ. സ്വന്തം ഭാര്യ വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് ഞാൻ 4 സാക്ഷികളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും ഇവിടെ സിന നടന്നു കഴിഞ്ഞിരിക്കും, ഞാൻ എന്തു ചെയ്യും നബിയെ? സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ആണ് ചോദിച്ചത്. നബി തങ്ങൾ സുബ്ഹാനല്ലാഹ്, എന്താണ് ഇതിന്റെ മസ്അല, എന്തു പറയണം? തങ്ങളൊന്നും മിണ്ടിയില്ല. അപ്പോഴാണ് ഒരാൾ വസ്ത്രം വലിച്ച് ഓടി വരുന്നു. ഹിലാൽ ഇബ്നു ഉമയ്യത്ത് റളിയല്ലാഹു അൻഹു ആണത്. തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാൻ തബൂക്ക് യുദ്ധം നടക്കുമ്പോ തബൂക്കിലേക്ക് പോകാൻ സാധിക്കാതെ, തബൂക്കിൽ സംബന്ധിക്കാൻ കഴിയാതെ വന്ന 3 പേർ. അവർ അല്ലാഹു വളരെ ഗൗരവതരത്തിൽ ശാസിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട 3 ആൾ പോകണമെന്ന് വിചാരിച്ചു. നാളെ ആവാം, മറ്റന്നാളാകാം, ഒരാഴ്ച. അങ്ങനെ തബൂക്ക് യുദ്ധത്തിന് എത്താൻ പറ്റിയില്ല. അത് ഭയങ്കര ഗുരുതരമായ വീഴ്ചയായി പോയി. അതിന്റെ പേരിൽ അവരെ സമൂഹത്തിൽ നിന്ന് ബോയ്ക്കോട്ട് ചെയ്യപ്പെട്ടു. അത്രയും വലിയ ഗുരുതരമായ സമീപനം തങ്ങൾ സ്വീകരിച്ച അതിൽ